എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. ഒരുപാട് പേര് കമന്റിലൂടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുകയും വേണമെന്നൊക്കെ പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുവാനായിട്ട് പോകുന്നത്. മറ്റൊന്നുമല്ല, തലമുറകളുടെ വിഷയമാണ്. തലമുറകൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം, ഏത് വചനം വെച്ച് പ്രാർത്ഥിക്കാം, അതുപോലെ തലമുറകൾക്കും എങ്ങനെ ഏത് വചനം വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. എന്നാൽ ഞാൻ ആമുഖമായിട്ടൊരു കാര്യം പറയട്ടെ. ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് തടസ്സങ്ങളോട് തടസ്സങ്ങളായിരുന്നു കേട്ടോ. എനിക്ക് ഇതുവരെ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇത്രയും ഒരു വിഷയം ഞാൻ നേരിട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എടുക്കാൻ പറ്റണില്ല എന്ന് വെച്ചാൽ ഡിസ്റ്റർബൻസ്. ഞങ്ങളുടെ അടുത്തൊരു പട്ടിയുണ്ട്. ആ പട്ടിയാണെങ്കിൽ ഒന്നോ രണ്ടോ ഒരു കുരയൊക്കെ ആരെങ്കിലും ഒക്കെ അതിലെ കൂടെ പോകുമ്പോൾ കുരയ്ക്കാറുള്ളൂ. എന്നാൽ ഇന്ന് ആ പട്ടി വീഡിയോ ഞാൻ ഓൺ ആക്കിയപ്പോൾ തൊട്ട് അവിടെ കുരയ്ക്കാൻ തുടങ്ങിയത്. വീഡിയോ ഓഫ് ചെയ്തപ്പോഴാണ് ആള് നിർത്തിയത്. ഓക്കെ, അതിന്റെ ഡിസ്റ്റർബൻസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി അതല്ലാതെ വേറെ എവിടെ നോക്കി എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് കേൾക്കുന്നു. അങ്ങനെ 3 വീഡിയോ ഞാൻ എന്താ പറയുക ഇങ്ങനത്തെ ഡിസ്റ്റർബൻസ് കാരണം ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് 4മതൊരു വീഡിയോ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ പോവുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 25 മിനിറ്റ് ഉള്ള വീഡിയോ ആയിരുന്നു. ഞാൻ 25 മിനിറ്റ് ഈ തലമുറകളുടെ വിഷയം തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതിന് സൗണ്ട് പുറത്തോട്ട് വരുന്നില്ല. അപ്പോൾ ഇത്രയും തടസ്സങ്ങളായിരുന്നു ഇതിന്. വീണ്ടും ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഇതിന്റെ തടസ്സം മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇന്ന് ഒരുപാട് തലമുറകൾ ഇന്ന് വിടുവിക്കപ്പെടും. ഒരുപാട് തലമുറകൾ ഇന്ന് ബലം പ്രാപിക്കും. ഇന്ന് ഒരുപാട് മാതാപിതാക്കന്മാര് തലമുറകൾക്ക് വേണ്ടിയുള്ള നല്ല പ്രാർത്ഥനാ പോരാളികളായിട്ട് ഇന്ന് മാറും. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ദൈവം എന്നെ കൊണ്ട് ഇറക്കിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തൊട്ട് ശ്രദ്ധയോടെ കേൾക്കുക. ഓക്കെ, എന്തായാലും ഞാൻ പറയാൻ പോകുന്നത് തലമുറകളെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾക്കറിയാം, തലമുറകൾ എന്ന് പറയുന്നത് ദൈവം നമ്മൾക്ക് തരുന്ന ഒരു അനുഗ്രഹമാണല്ലേ. അത് ദൈവത്തിന്റെ വചനമുണ്ട്. ദൈവം നമ്മൾക്ക് തരുന്ന അനുഗ്രഹമാണ് തലമുറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ തലമുറകളെ എങ്ങനെ വളർത്തണം, അവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി അതല്ല എങ്കിൽ എന്താണ്, നമ്മൾ എത്ര കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് ഒരു രക്ഷയുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു കാര്യം പറയുവാനുള്ളത്, നമ്മൾക്കറിയാം ഈ പിശാച് ഏറ്റവും കൂടുതൽ നോട്ടമിടുന്നത് ആരെയാ? തലമുറകളെയാണ് നോട്ടമിടുന്നത്. തലമുറകളെ തകർക്കുക, അത് മുഖാന്തരം കുടുംബങ്ങളെ തകർക്കുക. ഇതാണ് പിശാചിന്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പദ്ധതി. നമ്മൾക്കറിയാമല്ലേ, എന്തോരം കുഞ്ഞുങ്ങളാണ്, ചെറിയ പിള്ളേർ വരെ ആത്മഹത്യ ചെയ്യുന്നു. അകാല മരണങ്ങൾ എത്ര കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നു. എത്ര കുഞ്ഞുങ്ങളിൽ വേണ്ടാത്ത വഴിയൊക്കെ പോകുന്ന രോഗങ്ങളൊക്കെ വന്ന് എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നു. ചെറിയ ചെറിയ അശ്രദ്ധ മൂലം എത്ര അപകടങ്ങളിൽ എത്ര കുഞ്ഞുങ്ങൾ പെടുന്നു. വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കുവാൻ പറ്റാതെ എത്രയോ കുഞ്ഞുങ്ങൾ മടങ്ങി വരുന്നു. എത്രയോ പേര് അയോഗ്യ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോകുന്നു. എത്രയോ പേർക്ക് കരകയറുവാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്നു. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പിക്കാം, പിശാചി കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നോട്ടമിട്ടിരിക്കുന്നത് ആരെയാണ്? തലമുറകളെയാണ് നോട്ടമിട്ടിരിക്കുന്നത്. അതിലൂടെ കുടുംബങ്ങളെ തകർക്കുക എന്നുള്ളതാണ് അവന്റെ പദ്ധതി. അപ്പോൾ അതിനെ തകർക്കുക എന്നുള്ളതാണ് ദൈവമക്കളായ നമ്മളുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലൂടെ അല്ലാതെ നമ്മൾക്ക് ഈ ഒരു വിഷയത്തിന് വിടുതലില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇനി ഞാൻ പറയട്ടെ, ഒരുപാട് പേരൻസ് ഇന്ന് ഒത്തിരി വിഷമത്തിലാണ്. കാരണം മക്കള് പറഞ്ഞ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഡിപ്രഷനിലൂടെ ഒത്തിരി മക്കൾ കടന്നു പോകുന്നു. ഇനി അതല്ലെങ്കിൽ എന്താണ്, അവർക്ക് ഒത്തിരി ടെൻഷൻസ് ഉണ്ടാകുന്നു. ഇനി അവര് എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലോട്ട് അവർ വളരുന്നില്ല, അവർ നന്നായി പഠിക്കുന്നില്ല, നല്ല ജോലി കിട്ടുന്നില്ല, നല്ല വിവാഹം നടക്കുന്നില്ല. ഇനി വിവാഹിതരായാൽ അവർ ഡിവോഴ്സ്ഡ് ആകുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് എന്ന് നമ്മൾക്ക് പേരൻസിന് അറിയാം അല്ലെ. അപ്പോൾ നമ്മൾ പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കുഞ്ഞുങ്ങളുടെ തകർച്ചകൾക്ക് പിന്നിൽ ഒരു പരിധി വരെ പേരൻസും കുടുംബവും ഉത്തരവാദികളാണ്. അതൊരു നഗ്നമായ സത്യമാണ്. അത് നമ്മൾ ഒരിക്കലും എത്ര നമ്മൾ അതിനെ കവർ ചെയ്യുവാൻ ശ്രമിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ളൊരു ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. കാരണം ഈ കുഞ്ഞുങ്ങളുടെ അവർ നല്ല രീതിയിലാകുന്നതിനും അവർ മോശമായി തീരുന്നതിനും 90% പങ്ക് എവിടുന്ന? 90% പങ്കും കുടുംബത്തിൽ നിന്നും മാതാപിതാക്കന്മാരിൽ നിന്ന് തന്നെയാണ്. ബാക്കി ഒരു 10% ഔട്ട്സൈഡിൽ നിന്ന് അവരെ എന്ത് ചെയ്യുന്നുള്ളൂ? ബാഹ്യമായിട്ടുള്ള അവരെ എന്താ പറയുക, ബാഹ്യ എന്ന് വെച്ചാൽ പുറത്തു നിന്നുള്ള ഒരു അറ്റാക്ക് അവർക്ക് ഉണ്ടാകുന്നുള്ളൂ. ബാക്കി മുഴുവൻ എവിടുന്നാ കിട്ടുന്നത്?
കുടുംബത്തിനകത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല കേട്ടോ, നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ. അതിന്റെ ഒന്നാമത്തെ കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം കുടുംബ ബന്ധങ്ങളുടെ തകർച്ച അല്ലെ. കുടുംബ ബന്ധങ്ങളുടെ തകർച്ച എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ആകണമെന്നില്ല. ഡിവോഴ്സ് കാരണമാണ് മാതാപിതാക്കന്മാർ തമ്മിലുള്ള വഴക്ക്, ചേർച്ചയില്ലായ്മ, ബഹുമാനമില്ലായ്മ, സാമ്പത്തികമായ അരാജകത്വം, അതുപോലെ ഒരുപാട് വിഷയങ്ങൾ കുടുംബത്തിനകത്തുള്ളത്, അവിഹിത ബന്ധങ്ങൾ, അല്ലെങ്കിൽ മാതാപിതാക്കന്മാരുടെ ഒരു വൃത്തികെട്ട സ്വഭാവം എന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യവും കുഞ്ഞുങ്ങളോട് ഒരു കരുണയും ഇല്ലാത്ത സ്വഭാവം, ഇത് എന്ന് വെച്ചാൽ അവരോടൊരു മര്യാദ ഇല്ലാത്ത പെരുമാറ്റം, അവരെ സ്നേഹിക്കാത്ത അവസ്ഥ, ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ വളർച്ചയെ, അവരുടെ എല്ലാത്തിനെയും ബാധിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം കേട്ടോ. ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിന്റെ മുറിവുകളാകാം, നമ്മളുടെ പേരൻസിൽ നിന്ന്, നമ്മളുടെ എന്താ പറയുക കാരണവന്മാരിൽ നിന്നൊക്കെ നമ്മൾക്ക് കിട്ടിയ വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആകാം. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയുക, നമ്മൾക്ക് എത്ര ഇതിലേക്കൂടെ പിള്ളേരെ ധ്യാനം കൂടിക്കാൻ കൊണ്ടുപോയാലും കൗൺസിലിങ്ങിന് കൊണ്ടായാലും നമ്മൾ എത്ര മരുന്ന് കൊടുത്താലും ഒക്കെ അതിനൊക്കെ ഒരു പരിധി വരെ പിള്ളേരെ നിയന്ത്രിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. എന്നാൽ ശാശ്വതമായ പരിഹാരമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കൊടുക്കാൻ ഒരൊറ്റ വ്യക്തിക്ക് പറ്റത്തുള്ളൂ. ആർക്കാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ പറ്റത്തുള്ളൂ. ഇത് ഞാൻ അനുഭവസ്ഥയാ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാനും ഒരുപാട് മുറിയപ്പെട്ടു, ഒരുപാട് തകർന്ന് തരിപ്പണമായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഒരുപാട് ചെറുപ്പം തൊട്ട് ഞാനൊക്കെ ഒരു കോൺവെന്റിൽ നിന്നാണ് പഠിച്ചത്. ഓക്കെ, ചെറുപ്പം തൊട്ട് ഒരു കോൺവെന്റിൽ നിന്നാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് തകർന്ന എന്ന് വെച്ചാൽ ഹൃദയത്തിന് മുറിവേറ്റ ഒരുപാട് അവസ്ഥകളും, ഒരുപാട് ചെയ്യാത്ത തെറ്റിനെ ഞാൻ ശിക്ഷിക്കപ്പെട്ടതും, നിന്ദിക്കപ്പെട്ടത്, പരിഹസിക്കപ്പെട്ടത്, അങ്ങനെ ഒരുപാട് മുറിവുകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പേരൻസിൽ നിന്ന് കിട്ടിയ മുറിവുകൾ, അങ്ങനെ ഒരുപാട് മുറിവുകളുമായിട്ട് മുന്നോട്ട് പോയൊരു വ്യക്തിയായിരുന്നു. എന്നെ കൊണ്ടുപോകാത്ത കൗൺസിലിംഗ് ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അങ്ങനത്തെ ഒരു 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 മറുതലിപ്പായിരുന്നു. നല്ലപോലെ മറുതലിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും എൻ്റെ പേരൻസിന് ഒരു തലവേദനയൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇവരെന്നെ ധ്യാനത്തിന് കൊണ്ടുപോയി, കൗൺസിലിങ്ങിന് കൊണ്ടുപോയി, അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കേട്ടോ. അവിടെ നിന്നൊന്നും എനിക്ക് കുറച്ച് മാറ്റം വരും. എങ്ങനെയാ കുറച്ച് മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ ഉപദേശങ്ങളും ഒക്കെ കേട്ട് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും ഒന്ന് നന്നാകണം എന്നൊക്കെ വിചാരിച്ച് നല്ല കുഞ്ഞായിട്ട് മുൻപോട്ട് പോകും. അത് എത്ര നാളുണ്ടാകും? മൂത്ത മാനസാന്തരം 3 മാസം എന്ന് പറഞ്ഞ പോലെ കുറച്ച് നാളുണ്ടാകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പഴയപടി എന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യങ്ങൾ അവിടെ തന്നെ വീണ്ടും കിടക്കുക. നമ്മൾ വരേണ്ട സ്കൂൾ അന്തരീക്ഷം അവിടെ തന്നെ കിടക്കുക. നമ്മളുടെ കൂട്ടുകാർ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. നമ്മളുടെ ഭവനാന്തരീക്ഷം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. എല്ലാം അങ്ങനെ തന്നെ ആസ് യൂഷ്വലാ, ഒന്നിനും മാറ്റമില്ല. അപ്പൊ പിന്നെ നമ്മൾക്ക് മാറാൻ പറ്റുമോ? പറ്റത്തില്ല. ഓക്കെ, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ ദൈവത്തിന് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എന്നെ മാറ്റുവാനായിട്ട് പറ്റി. അതുകൊണ്ട് അത് അനുഭവിച്ച വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഉറപ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ വേറൊരാൾക്കും ഒരു ശാശ്വത വിടുതൽ നമ്മൾക്ക് തരുവാൻ, ഒരു ശാശ്വത വിടുതലും ജയവും നമ്മൾക്ക് തരുവാൻ പറ്റത്തില്ല. ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ഈ വേറെ ആർക്കും പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പേരൻസിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ വിഷമങ്ങളും ടെൻഷൻസും ഈ സ്ട്രഗിൾ, ഒരു കൊച്ചിനെ വളർത്തിക്കൊണ്ടുവരണം, അതിനെ പഠിപ്പിക്കണം, അതിന് വേണ്ടുന്നതൊക്കെ കൊടുക്കണം, ഇതെല്ലാം ചെയ്യേണ്ട സ്ട്രഗിൾസ്, കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കണം, ഇനി കൂട്ടുകുടുംബമാണെങ്കിൽ അവിടുത്തെ അവസ്ഥകൾ നോക്കണം. ഇതിന്റെ എല്ലാ സ്ട്രഗിളിന്റെ ഇടയ്ക്ക് അവർ വളരുന്നു, അവരും ജീവിക്കുന്നതല്ലേ. ഇന്ന് എനിക്കതൊക്കെ മനസ്സിലാകും, എന്നാൽ അന്നൊന്നും എനിക്കതൊന്നും മനസ്സിലാകത്തുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾക്ക് കിട്ടേണ്ട മുറിവുകളൊക്കെ കിട്ടുകയും ചെയ്തു. നമുക്ക് അന്ന് അതൊന്നും മനസ്സിലായില്ല. എന്നാൽ ഇന്ന് എനിക്കതെല്ലാം റിയലൈസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ മുറിവ് ചെറുപ്പത്തിൽ പിള്ളേർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചെറുപ്പത്തിൽ അതിനുശേഷം ഒക്കെ അവരുടെ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ എന്താണ്, അതവിടെ അങ്ങ് കിടക്കും. ആ മുറിവുകൾ എന്ത് ചെയ്യണം? അത് ഉണങ്ങണം. അതാണ് ഒന്നാമത്തെ പടി. ഓക്കെ, അപ്പോൾ അതിനു മുൻപ് ഞാൻ കാര്യത്തിലോട്ട് വരാം. നമ്മൾ എന്താണ് ആദ്യം പേരൻസ് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഒന്ന് നന്നാകാൻ നമ്മൾ ശ്രമിക്കുക. മക്കളോട് കുറച്ച് സ്നേഹത്തോടെ സംസാരിക്കുക. ഓക്കെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഇനി ഒന്നാമത്തെ കാര്യം, നമ്മൾ ആദ്യം വിശ്വസിക്കേണ്ടത് ദൈവത്തെ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ മക്കളെ ഒന്ന് വിശ്വസിക്കണമെന്നേ. അവർ വന്ന് പറയുന്നത് വിശ്വസിക്കണം. ഇനി നാട്ടുകാർ പറയുന്ന കഥയോ, ടീച്ചേഴ്സ് പറയുന്ന കഥയോ, കൂട്ടുകാർ പറയുന്ന കഥയോ ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നതിന് മുൻപേ നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മളൊന്ന് വിശ്വസിക്കണം. അവരോട് നമ്മൾ ചോദിക്കണം. മീൻസ് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന്, ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും കംപ്ലൈന്റുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉറഞ്ഞു തുള്ളി ഇങ്ങോട്ട് വാടി എന്നുള്ള മൈൻഡിൽ നമ്മൾ നിൽക്കരുത്. അവർ വന്ന്
റിലാക്സ് ചെയ്ത് അവർ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കാവുള്ളൂ. ഇന്ന പോലെ ഒരു കാര്യം കേട്ടല്ലോ, അതെന്താ, അതിന്റെ സത്യാവസ്ഥ എന്താന്ന് നമ്മൾ കുഞ്ഞുങ്ങളോട് ചോദിക്കണം. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ അവരോട് മയത്തിൽ കാര്യങ്ങൾ ചോദിച്ച് അവരെയും കൂടി നമ്മൾ കേൾക്കണം. കാരണം നമ്മൾ ഈ കഥ പറയുന്നവരുണ്ടല്ലോ, അവരവരുടെ ഭാഗം മാത്രം, ഇപ്പൊ സ്കൂളിലത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും കൂട്ടുകാരാണെങ്കിലും അയൽക്കാരാണെങ്കിലും ആരാണെങ്കിലും അവരവരുടെ ഭാഗം ന്യായീകരിച്ച് മാത്രമേ പറയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവരെയും കൂടെ നമ്മൾ കേൾക്കണം, രണ്ട് സൈഡും കേൾക്കണം. എന്നിട്ടേ നമ്മൾ തുള്ളാവുള്ളൂ കേട്ടോ, ഉറഞ്ഞു തുള്ളാവുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ കാര്യങ്ങൾ അവരെ ഒന്ന് കേൾക്കുവാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ നമ്മൾ തയ്യാറായി കഴിഞ്ഞാലേ അവർ നമ്മളുടെ അടുത്ത് കാര്യങ്ങൾ വന്നിട്ട് പറയത്തുള്ളൂ. ഇല്ലെങ്കിൽ അവർ വന്ന് നമ്മളുടെ അടുത്ത് ഒന്നും പറയല. അവരെന്ത് ചെയ്യും, അവർ കൂട്ടുകാരോടെ അടുത്ത് പറയും. അവർ ചിലപ്പോൾ റോങ് ഡിസിഷനുകൾ കൊടുക്കും, അങ്ങനെ കൊടുക്കും. ഇനി പിള്ളേർക്ക് വീട്ടിലോട്ട് വരാനേ തോന്നത്തില്ല. എപ്പോഴും ഈ വഴക്കും വക്കാണുമായിട്ടിരിക്കുന്ന കുടുംബത്തിലോട്ട് പിള്ളേർക്ക് വരാൻ തോന്നത്തില്ല. അവർ ഇതിലെ കണ്ട കപ്പിളിമാവിന്റെ ചോട്ടിൽ കൂടെ ഇതിലെ കൂടെ അല്ലെങ്കിൽ ആ കടയുടെ മുൻപിൽ ഈ കടയുടെ മുൻപിൽ ആ ബസ് സ്റ്റാൻഡിൽ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ അവരിങ്ങനെ കറങ്ങി നടക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞങ്ങളൊക്കെ വലിയ സ്കൂളിലാണ് പഠിപ്പിക്കുന്ന, സ്കൂൾ വണ്ടി മുറ്റത്ത് വരും. മുറ്റത്ത് വന്നിട്ട് കൊച്ചു ചിലപ്പോൾ ഇങ്ങനെ ഒരു വക നിലാവ കഴിച്ചുവിട്ട കോഴീനെ പോലെ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും പിള്ളേരുടെ. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് അവരെ കേൾക്കുവാൻ തയ്യാറാകുക. രണ്ടവരോട് കുറച്ച് മൃദുമായിട്ടൊന്ന് സംസാരിക്കുവാനായിട്ട് പഠിക്കുക. മൂന്നാമത്തെ കാര്യം, പേരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ ഉണ്ടാകും. പക്ഷേ നമ്മൾ പരമാവധി അതൊന്ന് കുറയ്ക്കുവാനൊക്കെ നമ്മളൊന്ന് ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. ഞാൻ കുടുംബജീവിതത്തിന്റെ ഭദ്രത എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങളൊന്ന് കേൾക്കുക. ഓക്കെ, അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യുവാൻ ശ്രമിക്കുക. വചനമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ നമ്മളുടെ കുടുംബാന്തരീക്ഷമെങ്കിലും കുറച്ചെങ്കിലും പിള്ളേർക്ക് അനുകൂലമാകണം. ഓക്കെ, അത് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ നമ്മൾ എല്ലാത്തിനും അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ അവരെ കേൾക്കുവാൻ തയ്യാറാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ, ഈ പേരൻസ് അനാവശ്യമായി പിള്ളേർക്ക് ദൂർത്തടിക്കാൻ പൈസ കൊടുക്കുക. അവരെ നമ്മൾ കൊള്ളതിനെ കഴിഞ്ഞു ആഡംബരത്തിൽ പിള്ളേരെ വളർത്തുവാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഷോ ഓഫ്, മറ്റുള്ളവർ പിള്ളേരെ അങ്ങ് ഷോ ഓഫ് ആക്കുവാനായിട്ട് നമ്മൾ അങ്ങ് ശ്രമിക്കും. അത് ദോഷം ചെയ്യും കേട്ടോ. കുറച്ചൊക്കെ ആകാം, എന്ന് വെച്ചാൽ കുറച്ചൊക്കെ അവരെ നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് നല്ല രീതിയിൽ നല്ല മിടുക്കരായിട്ട് അവരെ പുറത്തോട്ട് ഇറക്കാം. പക്ഷേ നമ്മൾ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെ വളർത്തരുത്, അത് ദോഷം ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് കേട്ടിരുന്നു അല്ലേ, ഒരു അപ്പൻ മകനെ കൊന്ന ഒരു ചരിത്രം നമ്മൾ കേട്ടു. എന്തിനായിരുന്നു ഈ അപ്പൻ എന്ത് ചെയ്തു, ആഡംബര ബൈക്ക് മേടിച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മകൻ പറഞ്ഞു, എനിക്ക് ആഡംബര ബൈക്ക് പോരാ, ആഡംബര കാറ് വേണമെന്ന് പറഞ്ഞു. അപ്പൻ പറഞ്ഞു, ആഡംബര കാറിനുള്ള പൈസ എൻ്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞു. മകൻ അത് വിശ്വാസം വരെ. കാരണം എന്താണ്, ഇത്രയും വില മുടക്കി ലക്ഷങ്ങൾ മുടക്കി ആഡംബര ബൈക്ക് മേടിച്ച അപ്പന്റെ കയ്യിലും ആഡംബര കാറ് മേടിക്കാനുള്ള പൈസയും ഉണ്ടെന്നാണ് ചെറുക്കൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. വലിയ ചെറുക്കനാ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്പനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഉപദ്രവം സഹിക്കാൻ വരാതെ വന്നപ്പോ അപ്പൻ ചെറുക്കനെ അങ്ങ് തീർത്ത് കളഞ്ഞു. നമ്മൾ കേട്ടതാ ന്യൂസ് അല്ലേ. ഇനി വേറൊരു സംഭവം പറയാം. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്താണ്, ഒരു സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പൊ പുള്ളിക്കാരത്തെ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, അവരുടെ 3ാം ക്ലാസ്സിൽ ഒരു ചെറുക്കൻ കൊച്ചുണ്ട്. ഈ കൊച്ചിന്റെ അപ്പനും അമ്മയും എഞ്ചിനീയർമാരാ, ഒരുപാട് പൈസ ഉള്ളവരാ, വലിയ സ്കൂളിലാണ് പഠിക്കുന്നത്. ഈ 3ാം ക്ലാസ്സുകാരന് തലവേദനയാണ്. ടീച്ചേഴ്സ് പറഞ്ഞാലും കേൾക്കില്ല, പിള്ളേര് പറഞ്ഞാലും കേൾക്കില്ല, എല്ലാരെയും ഉപദ്രവിക്കും. ടീച്ചേഴ്സിനോട് പറയുന്ന തർക്കത്തരം എന്താണെന്ന് വെച്ചാൽ, എന്റെ വീട്ടുകാരെ നല്ലപോലെ പൈസ എണ്ണി തന്നിട്ട് എന്നെ ഇവിടെ പഠിപ്പിക്കുന്നത്, അല്ലാതെ ഫ്രീ ആയിട്ടൊന്നും അല്ല എന്നൊക്കെ ടീച്ചേഴ്സിനോട് ഈ 3ാം ക്ലാസ്സുകാരൻ പറയുന്ന മറുപടി. എന്നിട്ട് പേരൻസിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറയാണ്, എന്റെ ടീച്ചറെ, അവൻ വീട്ടിലും അങ്ങനെ തന്നെയാണ്, അവനൊരു റൂമുണ്ട്, റൂമിലോട്ട് ഞങ്ങളെ ആരെയും കേറ്റത്തില്ലെന്ന്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, 3 വയസ്സുകാരൻ, അവന് റൂമുണ്ട്, റൂമിലോട്ട് അപ്പനെയും അമ്മേനെയും കേറ്റത്തില്ലെന്ന്. ഇതിനാരെയാ തെറ്റ് പറയണ്ടേ? അപ്പനെ അമ്മനെയാണോ തെറ്റ് പറയണ്ടേ? ഈ 3ാം ക്ലാസ്സുകാരനെയാണോ തെറ്റ് പറയണ്ടേ? അപ്പനെ അമ്മനെയാ തെറ്റ് പറയണ്ടേ? എന്നിട്ട് അവർക്ക് ഇപ്പൊ തലവേദന. 3ാം ക്ലാസ്സുകാരൻ സ്കൂളിലും പിള്ളേർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയാണ്. ആരാ ഉത്തരവാദി? എന്നിട്ട് പിന്നെ കൊച്ചിന് 200 100 രൂപ കയ്യിൽ കൊടുത്തു വിടും. എന്തിനാ? ഇവൻ വീട്ടിൽ നിന്ന് കൊടുത്തു വിടുന്ന ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ക്യാൻറ്റീനിൽ നിന്ന് അവന് ഫുഡ് മേടിച്ചു കൊടുക്കുക. ടീച്ചേഴ്സിനെ ഏർപ്പാടാക്കിയേക്കുക. ആ കൊച്ചു പിന്നെ വീട്ടിലത്തെ ഭക്ഷണം കഴിക്കുവോ? ഇല്ല, അവൻ ക്യാൻറ്റീനിൽ നിന്ന് എല്ലാ ദിവസവും കഴിക്കത്തുള്ളൂ. അതെന്തുകൊണ്ടാ? പേരൻസ് പൈസ കൊടുത്തു വിട്ടത് കൊണ്ടാ അല്ലെ. അപ്പൊ നമ്മൾ ആർഭാടത്തിന് പിള്ളേരുടെ കയ്യിൽ പൈസ കൊടുക്കരുത്. ആർഭാടത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കുവാനായിട്ട് നമ്മൾ അനാവശ്യമായ ദുർച്ചെലവുകൾക്ക് പൈസ കൊടുക്കരുത്. ആഡംബര വാഹനങ്ങൾ മേടിച്ചു കൊടുക്കരുത്. അവരോട് പറയണം, എന്താ പറയണ്ടേ, നിങ്ങൾ പഠിച്ച് ജോലി മേടിച്ച് നിങ്ങളുടെ പൈസ കൊണ്ട് നിങ്ങൾ മേടിക്കുക, അതിനകത്ത് സംതൃപ്തി എന്ന് അവരോട് പറഞ്ഞു കൊടുക്കാൻ പേരൻസ് തയ്യാറാകണം. നിങ്ങൾ ഷോ ഓഫ് കാണിക്കാനാണ് പോകുന്നതെങ്കിൽ അവർ നിങ്ങൾക്ക് ലാസ്റ്റ് തലവേദനയാകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ അവസാനം ഏതെങ്കിലും അനാഥമന്ദിരത്തിലൊക്കെ കൊണ്ടുപോയിട്ടിട്ട് അവരെ ജീവിതം അടിച്ചു പൊളിച്ചങ്ങ് കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് എന്താണ്? മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ പൊങ്ങച്ചടിയ, പിള്ളേരെ പറ്റി പൊങ്ങച്ചടിയ, തള്ളു.
അന്ന് പറയുന്ന സത്യം. തള്ളു, ഭയങ്കര തള്ള. എന്താണ്, ഓ എന്റെ കൊച്ചിന് മാർക്ക് എന്നൊക്കെ പറഞ്ഞാല്, എന്റെ കൊച്ചു പാട്ട് പാടുന്ന കേട്ടാല് അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, നമ്മൾക്ക് പേരൻസിന് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതിന് നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങളെ എന്താ പറയുക, അവരെ നമ്മൾ അഭിനന്ദിക്കണം, അവർക്ക് അതിന് വേണ്ടുന്ന വഴികളെയൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം, അവരുടെ കഴിവുകൾ വളർത്താനുള്ളതൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം. നാട്ടുകാരോടൊക്കെ പറയാം, ഒരു മയത്തിൽ തള്ളിയാൽ മതി. കാരണം ഒത്തിരി പറയാൻ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമോ? രണ്ട് കാര്യം സംഭവിക്കും. ഒന്ന്, ഈ കേൾക്കുന്നവന്റെ മൈൻഡ് ചിലപ്പോൾ നല്ലതായിരിക്കണം എന്നില്ല, അവന് ചിലപ്പോൾ ഇവരോട്, ഈ കൊച്ചിനോട് അസൂയ തോന്നാം. ഓക്കെ, എതിർ പ്രാർത്ഥന വരാം, അസൂയ തോന്നാം. ഇനി അടുത്തത് എന്താണ്, അവര് ചിലപ്പോൾ ദൈവസന്നിധിയിൽ കരഞ്ഞെന്നിരിക്കും. എന്തിനാ കരയുന്നത്, എന്റെ കുഞ്ഞ് ഇങ്ങനെയൊന്നും എത്തിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ചിലപ്പോൾ കരഞ്ഞെന്നിരിക്കും കേട്ടോ. അതൊക്കെ ഞാൻ ബാക്കി പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ഒറ്റ എക്സാമ്പിൾ പറയാം, അതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ എക്സാമ്പിൾ പറയാം. യാക്കോബ് അല്ലെ, നമ്മുടെ യാക്കോബ് ആരാ? ഇസഹാക്കിന്റെ മകൻ. അബ്രാഹാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്. യാക്കോബിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. രണ്ട് ഭാര്യമാരെ എങ്ങനെ, അനിയത്തിനെയാ പുള്ളി ഇഷ്ടപ്പെട്ടത് അല്ലെ. പക്ഷെ അമ്മായിപ്പൻ ചതിയിലൂടെ മൂത്തയാളെയും കൂടെ തലയിലോട്ട് അങ്ങ് വെച്ചു കൊടുത്തു. അങ്ങനെ രണ്ടുപേരെ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ ആരോടാ ഇഷ്ടം? ഇവൻ ആദ്യം സ്നേഹിച്ച ഇളയതിനോടാ ഇഷ്ടം. പക്ഷേ മൂത്തതിനെ അവോയ്ഡ് ചെയ്ത് വിട്ടു. അപ്പോൾ ആ മൂത്തതിന്റെ വിഷമം ആര് കണ്ടു? യഹോവയാം ദൈവം കണ്ടു. ഇവിടെ ഈ രണ്ടാമത്തെ അനിയത്തി തെറ്റ് ചെയ്തോ? ഇല്ല. യാക്കോബ് തെറ്റ് ചെയ്തോ? ഇല്ല. കാരണം യാക്കോബിനെ ചതിച്ചതാ. പക്ഷെ അവിടെ ആ ഒരു ആദ്യത്തെ ഭാര്യയുടെ കണ്ണുനീര് ആര് കണ്ടു? ദൈവം കണ്ടു. ദൈവം കണ്ടപ്പോ എന്താ സംഭവിച്ചേ? അനിയത്തിയുടെ ഗർഭം അങ്ങ് അടച്ചു. അത് കഴിഞ്ഞ് ദൈവം തുറന്നു കൊടുത്തു, പക്ഷെ അടച്ചു. ഇതൊക്കെ നമ്മൾ ഓർക്കണം. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കുമ്പോൾ ഒന്നുമില്ലാത്തവന്റെ കണ്ണുനീര് നമ്മൾക്ക് ദൈവസന്നിധിയിൽ ശാപമായിട്ട് വീഴരുത്. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ബൈബിളിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഒത്തിരി ആർഭാടം മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കാൻ പോകുമ്പോൾ ഇതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഓക്കെ, അതിന് മക്കളെ കുറിച്ച് ഓവർ പൊങ്ങച്ച മറ്റുള്ളവരോട് പറയാൻ പോകാതിരിക്കുക. രണ്ടാമത് എന്താണ്, രണ്ടാമത്തെ കാര്യം, അവരെക്കുറിച്ച് മോശവും പറയാതിരിക്കുക. എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യരാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവർക്ക് തെറ്റുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്ത്, നമ്മൾ ദൈവത്തിന്റെ കാര്യത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ, ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മൾക്ക് അത്ര വിശ്വാസമുള്ള എന്താ പറയുക, അച്ഛന്മാരോ പാസ്റ്റർമാരോ ഒക്കെ ഉണ്ടാകും. അവർ മറ്റുള്ളവരോട് പറയത്തില്ലെന്ന് ഉറപ്പുള്ളവരോട് പറഞ്ഞ് ഒരു സഹായമൊക്കെ നമ്മൾക്ക് ആവശ്യപ്പെടാം. അതല്ലാതെ നാട്ടുകാരോട് മുഴുവൻ അയ്യോ ആ ചെറുക്കൻ അങ്ങനെ ചെയ്തെന്നേ ഇങ്ങനെ ചെയ്തെന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറ്റം നമ്മൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക. അവരുടെ കേക്കെ അത് പറയാതിരിക്കുക. അവർക്ക് എന്തുണ്ടാകും? നമ്മളോട് വെറുപ്പുണ്ടാകും. പിന്നെ നമ്മളോട് ഒരു കാര്യങ്ങൾക്ക് അവർക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി അടുത്തത് എന്താണെന്ന് അറിയാവോ? അടുത്തത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് പേര് കുഞ്ഞുങ്ങളുടെ തലമുറകളുടെ വിവാഹത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരോടും ഞാനൊന്ന് പറയാം, നമ്മൾ മറ്റൊരു കുഞ്ഞിന്റെ വീഴ്ച നമ്മൾ ആഘോഷിക്കരുത്. എന്ന് വെച്ചാൽ വേറൊരു കുഞ്ഞിന് എന്തെങ്കിലും ഒന്ന് പറ്റി വേറൊരു അവിഹിത ബന്ധത്തിൽ പെടുവോ ഒക്കെ ചെയ്താൽ അവരുടെ പേരൻസിനോട് വേണമെങ്കിൽ നമ്മൾക്ക് ഇൻഫോം ചെയ്യാം. ഇങ്ങനെ മോളൊരു അല്ലെങ്കിൽ മോനൊരു ഇതിൽ പെട്ടിട്ടുണ്ട് കേട്ടോ എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് ഇൻഫോം ചെയ്യാം. പക്ഷേ അവരോട് പറയുന്നതിന് പകരം നാട് നീളെ പറഞ്ഞു കൊടുത്ത് ആ കുഞ്ഞിന്റെ ജീവിതം ഇല്ലാതാക്കരുത്. അത് നമ്മൾ ചെയ്യരുത്. കാരണം നമ്മളുടെ തലമുറ അതിലും വെടക്ക് വഴികളിലൂടെ പോകും, യാതൊരു സംശയമില്ല. ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. വലിയ വലിയ വിഷയത്തിൽ പറഞ്ഞുകൊണ്ട് നടന്ന എല്ലാത്തിന്റെ മക്കൾ ഏതെങ്കിലും ഒരുത്തന്റെ കൂട്ടത്തിൽ ഒളിച്ചോടിപ്പോയി അങ്ങനെയൊക്കെ കെട്ടിക്കൊണ്ട് വന്ന ചരിത്രങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വേറൊരു കുഞ്ഞുങ്ങളെ കുറിച്ച് അപവാദങ്ങൾ നമ്മൾ പറയരുത്. അവരുടെ പേരൻസിനോട് നമ്മൾക്ക് പറയാം, അല്ലെ, ഇങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാം. ഇനി നമ്മളൊന്ന് പറയട്ടെ, 10ാം ക്ലാസ്സിൽ ഒരു കൊച്ചൊരു ചെറുക്കനുമായിട്ട് പ്രണയത്തിലായി. അത് അവിടെ കൊണ്ട് തീർന്നു. ആ കൊച്ചു പിന്നെ പഠിച്ച് എഞ്ചിനീയറോ ഡോക്ടറോ ആയത്, വേറെ വിവാഹത്തിന് ഒരുങ്ങുക. ഇതൊക്കെ മറന്നേ പോയി, ഈ കഥയെ മറന്നുപോയി. പക്ഷെ അയൽവക്കത്തെ വീട്ടില് അന്നാമ്മച്ചെടുത്തി അത് മറന്നില്ല. ചെടുത്തി ആ വീട്ടുകാരോടും നാട്ടുകാരോടും പിന്നെയും പറഞ്ഞുകൊണ്ടെടുക്കാം, ആ പെണ്ണിനെ 10ാം ക്ലാസ്സിൽ ഒരു പ്രണയം ഉണ്ടെന്ന് എല്ലാരും മറന്നു അത്. പക്ഷെ അന്നമ്മച്ചെടുത്തി അത് വീണ്ടും പാടിക്കൊണ്ട് നടക്കുക. അതൊക്കെ നല്ലതാണോ? അല്ല. അതുകൊണ്ട് മറ്റൊരു കുഞ്ഞിന്റെ ഭാവി നമ്മളുടെ ഭാഗമുണ്ട് തകരുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ സമൂഹത്തിന്റെ മുമ്പിൽ മറ്റൊരു വ്യക്തി അപഹാസ്യരാകുവാൻ നമ്മൾ ഇടവരുത്താതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി അടുത്തത് എനിക്ക് പറയുവാനുള്ളത്, നമ്മളെല്ലാവരും കുറവുള്ളവരാ, പേരൻസും എല്ലാവരും കുറവുള്ളവരാ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് ദൈവത്തിനോടെ, നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള ദൈവത്തിനെ ശാശ്വത പരിഹാരം നമ്മൾക്ക് തരുവാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഞാനൊന്ന് ജനറൽ ആയിട്ട് പറഞ്ഞതാ. ഇനി ഞാൻ പറഞ്ഞു വിടാം എങ്ങനെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം പറഞ്ഞുതരാം. പേരൻസ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയും, അത് കഴിഞ്ഞ് തലമുറകൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയും. ഇച്ചിരി നീണ്ടു പോകുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ,
ആദ്യം പേരൻസ് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആദ്യം തന്നെ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ തലമുറയെ വളർത്തുന്നതിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ വന്നുപോയി കർത്താവേ, അവിടുന്ന് ഞങ്ങളോടൊന്ന് ക്ഷമിക്കണമേ, അവിടുത്തെ ആ തിരുരക്തം കൊണ്ട് ഞങ്ങളെ ഒന്ന് കഴുകണമേ എന്ന് ദൈവത്തോടൊന്ന് ഏറ്റു പറയാൻ നമ്മൾ തയ്യാറാകുക. കാരണം തലമുറകളെ ദൈവം തന്നതാ, ദൈവം കണക്ക് ചോദിക്കും കേട്ടോ. പേരൻസിനോട് ദൈവം കണക്ക് ചോദിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ തെറ്റ് നമ്മൾ സമ്മതിക്കുക. തെറ്റ് വന്നു പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുടെ മുൻപിൽ മാതൃകയായിട്ട് ജീവിക്കുന്നതിന് പകരം വന്നുപോയ തെറ്റുകൾ, കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ വന്നുപോയ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ദൈവത്തോട് നമ്മൾ മാപ്പ് പറയുക. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ട കുറച്ച് പോയിന്റുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പറഞ്ഞു തരാം. ഓക്കെ. ഒന്ന്, കർത്താവെ, തലമുറകളുടെ മുൻപിൽ മാതൃകയുള്ള ജീവിതം കാഴ്ചവെക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഒരു കൃപ തരണമേ. ദൈവം കൃപ തന്നാലേ നടക്കത്തുള്ളൂ അല്ലെ. അതൊന്ന് പ്രാർത്ഥിക്കുക. ഇനി രണ്ടാമത് എന്താണ്? തലമുറകളെ വളർത്തുവാനുള്ള ക്ഷമയും ജ്ഞാനവും സാമ്പത്തികവും ഞങ്ങൾക്ക് തരണമേ. അല്ലെ, ഇത് നമ്മൾക്ക് വേണം. കുഞ്ഞുങ്ങളെ വളർത്താനുള്ള സാമ്പത്തികം വേണം, ഇല്ലെങ്കിൽ നമ്മൾ ഞെരുങ്ങിപ്പോകും. ഓക്കെ, ഇത് നമ്മൾ പ്രാർത്ഥിക്കുക. രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത്, അവർക്കൊരു പാരമ്പര്യ സ്വഭാവം ഉണ്ടാകല്ലേ. എന്ന് വെച്ചാൽ അപ്പന്റെ അമ്മയുടെയും ഗ്രാൻഡ് പാരൻസിന്റെ ഒന്നും സ്വഭാവം വേണ്ട, ദൈവത്തിന്റെ ശാന്തമായ സ്വഭാവം അവർക്ക് കൊടുത്താൽ മതി. കർത്താവെ, പ്രാർത്ഥിക്കണം, പാരമ്പര്യ സ്വഭാവം അവർക്ക് ഉണ്ടാകരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അടുത്തത് എന്താണ്? അവരുടെയും ഞങ്ങളുടെയും ഹൃദയത്തിനേറ്റ മുറിവുകളെ അവിടെ നിന്ന് ഉണക്കണമേ. അവരുടെ ഹൃദയത്തിന് ഏതൊക്കെ വിധത്തിൽ മുറിവുകൾ ഏറ്റിട്ടുണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടാ. സ്കൂളിൽ വെച്ചോ, കൂട്ടുകാരുടെ ഇടയ്ക്കോ, ചാർച്ചക്കാരുടെ ഇടയ്ക്കോ, എങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിൽ മുറിവുകൾ ഏറ്റു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി നമ്മളുടെ മുറിവ് ഉണങ്ങിയാലേ അവരുടെ മുറിവ് ഉണക്കാൻ നമ്മൾക്ക് പറ്റത്തുള്ളൂ അല്ലെ. അപ്പോൾ അതുകൊണ്ട് എന്താണ്? നമ്മളുടെ മുറിവും പേരൻസ് പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ മുറിവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനേറ്റ മുറിവുകളെയും അവിടെ നിന്ന് ഉണക്കണമേ. ഇത് കൊച്ചു പിള്ളേരുടെ കാര്യം മാത്രമല്ല കേട്ടോ, എല്ലാ തലമുറകൾ, വലിയ പിള്ളേരാണെങ്കിലും അവരുടെയൊക്കെ കാര്യം പറയണേ. ഓക്കെ. അപ്പൊ എന്താണ്? അതൊന്ന് പ്രാർത്ഥിക്കുക. ഇനി അടുത്തത് എന്താണ്? കർത്താവെ, ഞങ്ങളുടെ തലമുറകളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയുള്ളതുമാക്കി അവിടെ നിന്ന് തീർക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി ചിലർ കാണത്തില്ല, ചെറിയ കുഞ്ഞു പിള്ളേർ വലിയ അപ്പച്ചമാരും അമ്മച്ചിമാരും പറയുന്ന വർത്താനം പറയുന്നത്, അതൊക്കെ കേൾക്കാൻ അവരുടെ പേരൻസിന്റെ മുന്നിൽ നിന്നും ഹൂ ഹൂ എന്നൊക്കെ പറയുമെങ്കിലും അത് വലിയ താല്പര്യമൊന്നുമില്ല ആർക്കും കേട്ടോ. അതുകൊണ്ട് കുഞ്ഞു പിള്ളേരെ കുഞ്ഞു പ്രായത്തിൽ വർത്താനം. അപ്പൊ എന്ന് വെച്ചാൽ നമ്മളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയുള്ളതുമാകണം. അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇനി എന്താണ്? ഒരു അയോഗ്യ ബന്ധങ്ങളിൽ, കൂട്ടുകെട്ടുകളിൽ, സ്വഭാവങ്ങളിൽ അവർ അകപ്പെടാതെ വണ്ണം അവരെ സൂക്ഷിക്കണമേ. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? അവർക്ക് നല്ല സ്കൂൾ കൊടുക്കണം. ഇനി കോളേജ് ആണെങ്കിൽ നല്ല കോളേജ്. ഓക്കെ, അത് നമ്മൾ പ്രാർത്ഥിക്കുക. നല്ല സ്കൂൾ കൊടുക്കണം, നല്ല കോളേജ് കൊടുക്കണം, നല്ല ടീച്ചേഴ്സിനെ കൊടുക്കണം, നല്ല കൂട്ടുകാരെ കൊടുക്കണം. ഇനി അടുത്തത് എന്താണ്? പേരൻസിന് ആദ്യമാണല്ലേ കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ട് വിട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ അവരെ ആരെങ്കിലും ഉപദ്രവിക്കുമെന്ന് പേടിയാകും. കാരണം വലിയ പിള്ളേരാണെങ്കിൽ അടി കൂടിയിട്ട് എത്ര പേരെ മരിച്ചു പോകുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അത് പ്രാർത്ഥിക്കണം, അവരെ ആരും ഉപദ്രവിക്കരുത്, ഒപ്പം അവരും ആരെയും ഉപദ്രവിക്കരുത്. കാരണം അവരുപദ്രവിച്ചിട്ട് മറ്റു കുഞ്ഞുങ്ങൾക്ക് ദോഷമുണ്ടാകരുത്. അതും ഇതുപോലെ ഒരു പേരൻസിന്റെ മക്കളാ അല്ലെ. അപ്പം അവർക്കും ദോഷമുണ്ടാകരുത്. അപ്പോൾ ഇത് നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി അടുത്തത് എന്താണ്? അമ്മയുടെ ആത്മാവിനാൽ അവരെ നിറയ്ക്കണമേ, അങ്ങയുടെ അഭിഷേകത്താൽ അവരെ ഒന്ന് നിറയ്ക്കണമേ, അവരെ നല്ല ദൈവപൈതങ്ങളാക്കി തീർക്കണമേ. ഇത് നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഇനി എന്താണ്? അവർക്ക് ദീർഘായുസ് കൊടുക്കണം, രോഗങ്ങൾ ഉണ്ടാകരുത്, അയോഗ്യ മരണങ്ങൾ സംഭവിക്കരുത്, അകാല മരണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി എന്താണ്? അവർ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എന്താണെന്നറിയാവോ? അവർ മനുഷ്യത്വമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരണം. സമൂഹത്തിൽ മനുഷ്യത്വമുള്ളവരായിട്ട് അവർ വളർന്നു വരണം. അല്ലാതെ കുറെ ടൈയും കോട്ടും ഇട്ട് ചുമ്മാ ഒരു എക്സിക്യൂട്ടീവ് ലൈഫിലുള്ള ജീവിതം നയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അവരെന്തുള്ളവരാകണം? മനുഷ്യത്വമുള്ളവരാകണം. ഈ മനുഷ്യത്വം ഉണ്ടെങ്കിലേ അവർ കുടുംബത്തിനും സമൂഹത്തിനും അനുഗ്രഹമാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പേരൻസ്, ഇത് വലിയ പിള്ളേരാണെങ്കിലും ചെറിയ പിള്ളേരാണെങ്കിലും, രാത്രിയിൽ നമ്മൾ അവർ ഉറങ്ങുന്ന സമയത്ത് അവരുടെ തലയെ കൈവച്ച് നമ്മളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. എന്താ അനുഗ്രഹിക്കേണ്ടത്? കാരണം അപ്പന്റെ അമ്മയുടെ മേൽ അപ്പൻ അമ്മ എന്നുള്ളൊരു അധികാരമുണ്ട്. ഓക്കെ. അപ്പോൾ എൻ്റെ അപ്പൻ എന്ന അധികാരത്തിൽ നിന്ന്, അമ്മ എന്ന ദൈവം ഏൽപ്പിച്ച അധികാരത്തിൽ നിന്നും എൻ്റെ കുഞ്ഞിനെ, എൻ്റെ തലമുറയെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവള് ഒരു അനുഗ്രഹമായി തീരും, എന്ന് നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ഇത്രയും നമ്മൾ ചെയ്യണം. കാരണം പേരൻസിന്റെ അനുഗ്രഹം അവർക്ക് എപ്പോഴും നല്ലതേ വരത്തുള്ളൂ. അതുകൊണ്ട് അവരെ നമ്മൾ എന്ത് ചെയ്യണം? രാത്രിയിൽ അവരെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്കൊക്കെ വേണ്ടി നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കുവാനായിട്ട് തയ്യാറാകുക. വേറെ വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്നാലും മതിയാകും. എന്നാലും ആഴ്ചയിൽ ഒരു ദിവസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഉപവസിക്കുവാനായിട്ട് തയ്യാറാകണം. കാരണം വീണു പോയില്ലെങ്കിലും നാളെ വീണു പോകരുത്. ഓക്കെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ ഭാവി ജീവിതമെല്ലാം അവരുടെ അനുഗ്രഹപ്രദമാകണം. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ വചനം ഞാൻ ലാസ്റ്റ് പറയാം. അതിനു മുൻപേ എൻ്റെ കുഞ്ഞനുജന്മാരോട്
അനുജന്മാരോടും അനുജത്തിമാരോടും എൻ്റെ പ്രായക്കാരായിട്ടുള്ളവരോടും എൻ്റെ സഹോദരങ്ങളോടും എനിക്ക് പറയുവാനുള്ളത് എന്താണെന്നറിയാവോ? നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ. നമ്മളുടെ പേരൻസിനോ നമ്മളുടെ കൂട്ടുകാർക്കോ നമ്മളുടെ ടീച്ചേഴ്സിനോ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. അവർക്ക് നമ്മൾ ഈ ചിരിച്ച് തലയാട്ടിയാലും നമ്മൾ പറയുന്നതെല്ലാം അവർ അതുപോലെ ഉൾക്കൊണ്ടു എന്ന് വരത്തില്ല. എന്നാൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ. അതാരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം എന്താ? യേശു ക്രിസ്തു നമ്മളുടെ ഈ പ്രായത്തിലൂടെ ഒക്കെ വളർന്നു പോയതാ കേട്ടോ, അതിൽ ജയം പ്രാപിച്ചത്. അതുകൊണ്ട് ആ ദൈവത്തിന് മാത്രമേ നമ്മളെ മനസ്സിലാകത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒത്തിരി മുറിവുകൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒത്തിരി സ്കൂളിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും പേരൻസിൽ നിന്നും അയൽക്കാരിൽ നിന്നും അങ്ങനെ ഒന്നും വേണ്ട ഒത്തിരി പേര് ഈ ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുക, അങ്ങനെ ഒത്തിരി അപവാദം പറയുക, ഇങ്ങനെയൊക്കെ ഒത്തിരി 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 കേട്ട് തകർന്ന് തരിപ്പണം എന്ന് വെച്ചാൽ മനസ്സ് തകർന്ന് തരിപ്പണമായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഒത്തിരി ധ്യാനത്തിനൊക്കെ പോയ കഥ പറഞ്ഞു. എവിടെയും എനിക്ക് വിടുതലുണ്ടായില്ല. എന്നാൽ ഒരു ദിവസം എനിക്ക് ഒരു പ്രാർത്ഥനാ സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് ദൈവം എന്നെ കൈവിട്ടില്ല. ഒരു ദിവസം ദൈവം എൻ്റെ റൂമിൽ ഇറങ്ങി വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ റൂമിൽ ഇറങ്ങി വന്ന് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു കേട്ടോ. ചേർത്ത് പിടിച്ചിട്ട് അന്ന് എൻ്റെ മനസ്സിൻ്റെ മുറിവുകൾ മുഴുവൻ ഉണങ്ങി ഞാനൊരു പുതിയ വ്യക്തിയായിട്ട് തീർന്നു. എനിക്ക് ഭയങ്കര ധൈര്യം വന്നു. പിന്നെ പുറത്താരും എന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയവുമില്ല. പക്ഷെ ആ പറഞ്ഞവരുടെയൊക്കെ വാ ദൈവം പിന്നീട് അടപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവത്തിന് ശേഷം അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു ദൈവത്തിൻ്റെ ഒരു ഹഗ്ഗിങ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ജീവിതം മാറി മറിയും. അതുവരെയുള്ളതെല്ലാം മാറും. ദൈവം നമ്മളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതും ദൈവത്തെ മുറുകെ പിടിക്കുക. നിങ്ങളുടെ കയ്യിൽ എത്ര ഡിഗ്രി ഉണ്ടായിട്ടും എത്ര വലിയ ജോലി ഉണ്ടായിട്ടും ഒന്നും ഒരു കാര്യമില്ല. എത്ര വലിയ കുടുംബം ഉണ്ടെങ്കിലും എത്ര വലിയ പൈസ ഉണ്ടെങ്കിലും ഇതെല്ലാം നമ്മൾക്ക് സമാധാനം തരത്തില്ല കേട്ടോ. നമ്മളെ ജയാളികളാക്കി നിർത്തുവാൻ, നമ്മളെ മാന്യതയുള്ളവരാക്കി നിർത്തുവാൻ നമ്മളുടെ ദൈവത്തിനെ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ദൈവത്തെ മുറുകെ പിടിക്കുക. നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ കൈവിടത്തില്ല. അത് ദൈവം നമ്മുടെ അപ്പനാണ് കേട്ടോ. ആ ദൈവം നമ്മളെ കൈവിടത്തില്ല. അതുകൊണ്ട് ആ ദൈവത്തിന്റെ കരത്തിന് കീഴിൽ നമ്മൾ താഴ്ന്നിരിക്കുവാൻ ശ്രമിക്കുക. ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഞാനിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു, ഞാൻ ഇനി ഏത് കോഴ്സിനാണ് ചേരേണ്ടത്? ഞാൻ സയൻസ് എടുക്കണോ അതോ ഞാൻ കൊമേഴ്സ് എടുക്കണോ? ദൈവത്തോട് ചോദിക്കുക. ദൈവം നിങ്ങൾക്ക് ഉത്തരം തരും. ഇനി +2 കഴിഞ്ഞു കഴിയുമ്പോൾ ചോദിക്കുക, ദൈവമേ, ഞാൻ ഇനി ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഞാൻ എഞ്ചിനീയറിംഗിന് പോകണോ, എൻട്രൻസ് എഴുതണോ, എഞ്ചിനീയറിംഗിന് പോകണോ, MBBS പോകണോ, ഞാൻ ഏതിനാ പോകേണ്ടത്, IPS തയ്യാറെടുക്കാൻ പോകണോ? ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം പറഞ്ഞു തരും. അതിനുശേഷം ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ IPS-നും IAS-നൊക്കെ പോകുന്ന ഈ കോച്ചിങ്ങിനൊക്കെ നമ്മൾ പോകണം. ഏതിനാ പോകേണ്ടതെന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കുക. നമ്മളുടെ സ്വപ്നങ്ങൾ ദൈവത്തോട് പറ. ദൈവം നമ്മൾക്ക് കറക്റ്റ് ഗൈഡൻസ് പറഞ്ഞു തരും കേട്ടോ. ഏത് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിക്കണം, ദൈവം നമ്മൾക്ക് പറഞ്ഞു തരും. ഏത് രാജ്യത്ത് നമ്മൾ പഠിക്കണം, ദൈവം നമ്മൾക്ക് പറഞ്ഞു തരും. ഇത് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മൾക്ക് ഗൈഡൻസ് തരും. മറ്റാരോട് നമ്മൾ ചോദിക്കേണ്ട, ദൈവത്തോട് ചോദിച്ചാൽ മതി. ദൈവം നമ്മൾക്ക് ഗൈഡൻസ് തരും. അതുപോലെ തന്നെ പേരൻസും ദൈവത്തോട് ചോദിക്കണം. ഒപ്പം മക്കളുടെ ഇഷ്ടവും കൂടെ നമ്മളൊന്ന് നോക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്യുവാനായിട്ട് തയ്യാറാകുക. ഓക്കെ, അപ്പൊ പേരൻസ് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പം തലമുറകളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തതൊരു വചനം ഞാൻ പറഞ്ഞുതരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്: അവന്റെ മേലെ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഇനി അത് POC ബൈബിളിൽ കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഓക്കെ, ഈ വചനം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. തലമുറകളായിട്ടുള്ളവർ സ്വയം നമ്മളുടെ തലയിൽ തന്നെ കൈവച്ചു, യഹോവയുടെ ആത്മാവ് എന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. ആ ഒരു വചനം നമ്മൾ പറഞ്ഞ് അവന്റെ മേൽ എന്നുള്ളത് എന്റെ മേൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇനി പേരൻസ് ആണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പേര് പറയുക. ഇനി അവർ നിങ്ങളുടെ അടുത്തില്ലേ, വിദേശത്താണോ, എന്താണ്, നമ്മൾ വചനം അയക്കുക. ഈ വചനം എൻ്റെ കുഞ്ഞിലേക്ക് വചനത്തെ ഞാൻ അയക്കുന്നു. ആ വചനം ആ കുഞ്ഞിൽ ക്രിയ ചെയ്യട്ടെ എന്ന് നമ്മൾ ഈ വചനം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ വഴി നടത്തുന്ന വചനമാണ്. ഇനി അടുത്തത് സങ്കീർത്തനം 127:3. മക്കളെ കോപം നൽകുന്ന അവകാശവും ഉദരഫലവും തരുന്ന പ്രതിഫലവും. POC ബൈബിളിൽ കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അപ്പോൾ ഇതെന്താണ്? ദൈവം തന്നത്. ദൈവം തന്ന ഈ വചനം പറയണം. എന്നിട്ട് പറയണം, ദൈവം എനിക്ക് തന്ന ഈ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കരുത്, ദുഷ്ടന്റെ ദൃഷ്ടി പതിയരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഓക്കെ, ഇനി അടുത്തത് സങ്കീർത്തനം 147:3. അതെന്താണ്? മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. POC ബൈബിളിൽ അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചു കെട്ടുകയും ചെയ്യുന്നു. ഇതെന്താണെന്ന് അറിയാമോ? മുറിവുകൾ പറ്റിയിരിക്കുന്ന മുറിവുകൾ ഉണങ്ങാനായി. മുറിവുകൾ ഉണങ്ങിയാലേ നമ്മൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ 3 വചനങ്ങൾ വെച്ച് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ പ്രാർത്ഥിക്കുക. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. ദൈവം എന്ത് ചെയ്യും? തലമുറകളെ ദൈവം എത്തിക്കേണ്ടടുത്ത് എത്തിക്കും.
നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്നല്ല, പ്രവർത്തിക്ക് നമ്മൾ ചെയ്യേണ്ടതും ചെയ്യണം. ഒപ്പം പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കുക. തലമുറകൾ ആരും നശിച്ചു പോകത്തില്ല. ഇനി തലമുറകൾ നശിച്ചു പോയി എന്നോർത്ത് വിലപിക്കുന്നവരാണെങ്കിൽ നിങ്ങളും പ്രാർത്ഥിക്കുക. ഈ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കും. അവരെ മടക്കി കൊണ്ടുവരുവാൻ ദൈവത്തിന് പറ്റുന്നേ. ഏത് കുരുക്കിലാണെങ്കിലും അതിനെ അഴിച്ചു കൊണ്ടുവരാൻ, ഏത് മയക്കുമരുന്നിന്റെ അടിമയാണോ അതിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് പറ്റും. எனவே എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.